ഞാൻ ഒരു ബ്ലാക്ക് സ്കെച്ച് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്ക് പെയിൻറ്റിങ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാക്ക് ആയിക്കോട്ടെ, ഏതായാലും ഒരു സ്കെച്ച് ബുക്ക് വാങ്ങിക്കാൻ നേരം ബ്ലാക്ക് ആയിക്കോട്ടെ, ഇത് 200 GSM പേപ്പർ, സ്പൈറൽ പെയിൻറ്റുമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പിന്നെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കവർ പേജ് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഏരിയ, ഞാൻ ഈ ലൈൻ ഇട്ട് വെച്ച ഏരിയയിലാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോപ്സിക്കിൾ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. പോപ്സിക്കിൾ സ്റ്റിക്ക് ഇതേപോലെ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യണത്. ഒന്നുമില്ല, പെട്ടെന്നൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഫെവിക്കോളായിട്ടായാലും മതി, എന്നിട്ട് മുകളിൽ വെയിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാൻഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ബ്രഷും ഇനി ഒരു ബ്രൗൺ കളറുമാണ് ഇട്ടെടുത്തിട്ട്, ഏതാണ്ട് ഷെയ്ഡ് ബേൺസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കളർ അക്രൈലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാനൊരു വാളിൻ്റെ ഡിസൈനാണ് വിചാരിച്ചിരുന്നത് കേട്ടോ ചെയ്യാമെന്ന് കരുതിയിരുന്നത്. വാളിൻ്റെ വെച്ചാൽ ഈ ബ്രിക്സ് ഇങ്ങനെ വെച്ച പോലെ. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇങ്ങനെ ബ്ലീഡാവണ പോലെ ഇങ്ങനെ തോന്നി ഈ ബോട്ടിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് മൊത്തത്തിൽ അങ്ങോട്ട് കളർ ചെയ്തെടുത്തു. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ വേറൊരു ഡിസൈനും, ഞാൻ മനസ്സിൽ ഇരുന്നപ്പോൾ വേറൊരു ഡിസൈനും ആയിരുന്നു. ആദ്യം ഞാനൊരു പെയിൻറ്റിങ് എന്തെങ്കിലും ചെയ്യാമെന്ന് ചെയ്ത് പിന്നെ കരുതി വേണ്ട, ആദ്യം തന്നെ അത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊളാക്കണ്ടല്ലോ കരുതിയിട്ട് ഒരു ജേണൽ പോലെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഒരു നോവലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, നോവലിൻ്റെ പേപ്പർ പീസ്. പിന്നെ ഒരു ഐവറി ഷീറ്റ് സ്ക്രംബിൾ ചെയ്തുകൊണ്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്, അതും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മൈ സ്കെച്ച് ബുക്കിൽ നിന്ന് എഴുതിയിട്ട് നമ്മുടെ ഷോപ്പിംഗ് ബാഗിൽ എഴുതിയതാണ്, അത് എന്നിട്ട് കീറെടുത്തിട്ട് അതും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സെയിം ഡ്രൈ ഫ്ലവേഴ്സാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഒക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതും മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രണ്ട് ഫ്ലവേഴ്സും റോസും കൂടി ഉണ്ട്, പക്ഷെ അത് ഇതിലേക്കൊന്നും സ്യൂട്ടാവണില്ല. ഇത് രണ്ടുമാണ് കുറച്ചൊക്കെ മാച്ചായിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ആ ഒരു രീതിക്കെല്ലാം അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യണത്, വേറെ ഇത് ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതിവിടെ വെക്കണം എന്നുള്ളത് അങ്ങനെ കൺഫ്യൂഷനിലായി വന്നപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ ഒക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത് കാണാൻ രസമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ അത് പറഞ്ഞപ്പോൾ ഒക്കെ എന്തൊക്കെയോ ഒരു വശവശമൊക്കെ ഉള്ള മാതിരി തോന്നാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യും.